ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ലഹരി ഉപയോഗം കണ്ടെത്താൻ പരിശോധന കർശനമാക്കി പോലീസ്. കളമശ്ശേരി HMD ജംഗ്ഷനിലും കുസാറ്റ് പരിസരത്തെ സ്വകാര്യ ഹോസ്റ്റലുകളിലും PGകളിലും പരിശോധന. 2 ഗ്രാം കഞ്ചാവ് പിടികൂടി, ഒരാളെ കസ്റ്റഡിയിലെടുത്തു. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, മുമ്പ് വന്ന വാർത്താ റിപ്പോർട്ടുകൾ അനുസരിച്ച് കുസാറ്റ് പരിസരത്തുള്ള PGകളിലും ഹോസ്റ്റലുകളിലും ഒക്കെയായിരുന്നു പരിശോധന. അതിനപ്പുറത്തേക്ക് റോഡിൽ വാഹനങ്ങൾ തടഞ്ഞും പരിശോധനയിലേക്ക് പോകുന്നു. ഒരു വ്യാപക റെയ്ഡ് ഇന്ന് രാത്രി നടക്കുന്നു കൊച്ചിയിൽ, അല്ലേ? ഗോകുൽ, അങ്ങനെ തന്നെയാണ്. ഒരു വ്യാപകമായ പരിശോധനയ്ക്ക് എന്തായാലും കൊച്ചി പോലീസ് കടന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി HMD ജംഗ്ഷനിലാണ്. HMD ജംഗ്ഷനിൽ ഇപ്പോൾ പോലീസിന്റെയും ഡാൻസ് ഓഫിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന നടന്നു വരികയാണ്. നേരത്തെ കുസാറ്റിന് സമീപത്തെ PG ഹോസ്റ്റലുകളിലും അതോടൊപ്പം തന്നെ സ്വകാര്യ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിലാണ് കുറച്ച് ലഹരി വസ്തുക്കൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഒരാൾ കസ്റ്റഡിയിലുണ്ടെന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്നത്. എന്തായാലും ഇപ്പോൾ ഈ മദ്യപിച്ച് ആളുകൾ യാത്ര ചെയ്യുന്നുണ്ടോ, വാഹനം ഓടിക്കുന്നുണ്ടോ തുടങ്ങിയ പരിശോധനയാണ് ഇപ്പോൾ തൃക്കാക്കര കളമശ്ശേരി HMD ജംഗ്ഷനിൽ നടക്കുന്നത്. കളമശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. ഇത്തരത്തിൽ വ്യാപകമായ പരിശോധനയാണ് ഇപ്പോൾ കൊച്ചി പോലീസിന്റെ ഭാഗത്തും നടക്കുന്നത്. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധന. നേരത്തെ സൂചിപ്പിച്ചു, കളമശ്ശേരി പരിസരത്തെ കുസാറ്റ് സമീപത്തെ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടന്നു. അതിനുശേഷമാണ് ഈ പോലീസ് സംഘം ഇപ്പോൾ കളമശ്ശേരി HMD ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ പുരോഗമിക്കുന്നു. ഇപ്പോൾ തൃക്കാക്കര ACP 24 ചേരുകയാണ്. ശ്രീ, കഴിഞ്ഞ ദിവസം ഉണ്ടായ ലഹരി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ പരിശോധന. കഴിഞ്ഞ ദിവസം ലഹരി കണ്ടെത്തിയതിനെ തുടർന്നുള്ള ഒരു റെയ്ഡല്ല. ഇത് സാധാരണ നമ്മൾ വീക്കെൻഡിൽ നടത്തുന്ന ഒരു കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. നാർക്കോട്ടിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കുസാറ്റ് പരിസരത്തുള്ള ഹോസ്റ്റലിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ടോ? ഹോസ്റ്റലിന്റെ ഒരു പരിസരത്ത് നിന്ന്, ഒരു പ്രൈവറ്റ് ഹോസ്റ്റലിന്റെ ഒരു പരിസരത്ത് നിന്ന് നമുക്കൊരു സ്മോൾ ക്വാണ്ടിറ്റി കഞ്ചാവ് കിട്ടിയിട്ടുണ്ട്. കസ്റ്റഡിയിൽ എത്ര പേരാണ്? ഒരാളാണ്. ആ കാര്യത്തിൽ ഒരാളെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ വ്യാപകമായ പരിശോധന തുടരും, അല്ലേ? തുടരും, വ്യാപകമായ രീതിയിൽ തുടരും. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കുസാറ്റ് PG ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചുമെല്ലാം പരിശോധന നടക്കുന്നത്. ഇപ്പോൾ HMD പരിസരത്ത് ഇത്തരത്തിൽ മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കൊണ്ടോ തുടങ്ങിയ പരിശോധന നടക്കുകയാണ്. എന്തായാലും പോലീസിന്റെയും ഡാൻസ് ഓഫിന്റെയും നേതൃത്വത്തിൽ വ്യാപകമായ പരിശോധന ഇനിയുള്ള ദിവസങ്ങളിലും തുടരുമെന്നാണ് ഇപ്പോൾ കൊച്ചി പോലീസ് വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കളമശ്ശേരി പോളിടെക്നിക്കിൽ 2 കിലോയോളം കഞ്ചാവ് പിടികൂടിയിരുന്നു. അതിനുശേഷം വ്യാപകമായ പരിശോധന നടന്നു വരികയാണ്. എന്തായാലും ആ ഒരു ലഹരി വേട്ടയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ കൊച്ചിയിലെ വിവിധയിടങ്ങളിൽ, പ്രത്യേകിച്ചും കളമശ്ശേരിയിലെ കുസാറ്റ് അടക്കമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും HMD ജംഗ്ഷനിലെ പരിശോധന ഇപ്പോൾ തുടരുന്നുണ്ട്. HMD കൂടാതെ ഇടപ്പള്ളി പരിസരത്തും സമാനമായ നിലയിലുള്ള പരിശോധന നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോകുൽ, ശരി. നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. കളമശ്ശേരിയിൽ വ്യാപകമായി ലഹരി ഉപയോഗം കണ്ടെത്താനുള്ള പരിശോധനയുമായി പോലീസും ഡാൻസ് ഓഫും സജീവമാവുകയാണ്. സമാനമായി തന്നെ ഇടപ്പള്ളിയിലും കൊച്ചിയുടെ മറ്റിടങ്ങളിലുമൊക്കെ റെയ്ഡ് പുരോഗമിക്കുന്നു ഈ രാത്രിയിലുമെന്ന് മനസ്സിലാക്കുന്നു. വാർത്തകളിലേക്ക്. UAEയിൽ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ മാസം 29 മുതൽ ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷ കർശനമാക്കും. പുതിയ ഫെഡറൽ ഉത്തരവനുസരിച്ച് നിയമലംഘനങ്ങൾക്ക് തടവും 2 ലക്ഷം ദിർഹം വരെ പിഴയും ശിക്ഷയായി ചുമത്തും. ലൈസൻസ് ഇല്ലാതെയോ ലൈസൻസിൽ ഉൾപ്പെടാത്ത മറ്റു വാഹനങ്ങളോ ഓടിച്ചാലോ 3 മാസം തടവോ 5000 മുതൽ 50,000 ദിർഹം വരെ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷയുണ്ടാകും. നിയമലംഘനം ആവർത്തിച്ചാൽ 3 മാസത്തിൽ കുറയാത്ത തടവോ 20,000 മുതൽ 1 ലക്ഷം ദിർഹം വരെ പിഴയോ രണ്ടും കൂടെയോ ശിക്ഷ ലഭിക്കും. വലിയ ശബ്ദമുണ്ടാക്കുന്ന വാഹനങ്ങൾ ഓടിക്കുന്നത് രാജ്യത്ത് നിരോധിക്കും. അപകടങ്ങൾ തടയാനല്ലാതെ നഗരങ്ങളിൽ ഹോണുകൾ മുഴക്കാൻ പാടില്ല. 80 കിലോമീറ്ററിലധികം വേഗത്തിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡുകളിൽ കാൽനടയാത്രക്കാരെ റോഡ് മുറിച്ചു കടക്കാൻ അനുവദിക്കില്ല. മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കും. ദുബായിൽ ലഹരിമരുന്ന് കൈവശം വെച്ച യുവതിക്ക് 10 വർഷം തടവും 1 ലക്ഷം ദിർഹം പിഴയും ശിക്ഷ വിധിച്ച് ക്രിമിനൽ കോടതി. ലഹരിമരുന്ന് ഉപയോഗിച്ചതിനും കൈവശം വെച്ചതിനും ദുബായ് അൽ തവാറിന് സമീപത്ത് കഴിഞ്ഞ വർഷം ഏപ്രിലാണ് 35-കാരിയെ ആന്റി നാർക്കോട്ടിക് യൂണിറ്റ് കസ്റ്റഡിയിലെടുത്തത്. ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ നാട് കടത്താനും ദുബായ് ക്രിമിനൽ കോടതി ഉത്തരവിട്ടു. 2 വർഷത്തേക്ക് യുവതിയുടെ പണമിടപാടുകളും മരവിപ്പിച്ചു. സമൂഹ മാധ്യമങ്ങൾ വഴി ആശയവിനിമയം നടത്തിയാണ് യുവതി ലഹരിമരുന്ന് വാങ്ങിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് യാത്രക്കാരുടെ അധിക നിരക്കുമായി ബന്ധപ്പെട്ട് ആശ്വാസകരമായ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്. നിരക്ക് കുറയ്ക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് കേരള സർക്കാരും ഹജ്ജ് കമ്മിറ്റിയും കേന്ദ്രമന്ത്രിമാരുമായി നിരന്തരം ബന്ധപ്പെട്ട് വരികയാണെന്നും റിയാദിൽ 24നോട് പറഞ്ഞു. കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് യാത്രക്കാർക്ക് കേരളത്തിലെ മറ്റു വിമാനത്താവളങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ ഏകദേശം 40,000 രൂപ അധിക ചാർജ് നൽകേണ്ടി വരുമെന്നാണ് ഇതുവരെ ലഭ്യമായ വിവരമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് വ്യക്തമാക്കി.
കോഴിക്കോട് വിമാനത്താവളത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നുള്ള അധിക ചെലവുകളാണ് നിരക്ക് വർധനവിന് വിമാന കമ്പനികൾ കാരണമായി പറയുന്നത്. യാത്രക്കാരെ ഏറെ പ്രയാസത്തിലാക്കുന്ന ഈ പ്രശ്നത്തിൽ ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് ആശ്വാസകരമായ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. നമുക്ക് വിമാന കമ്പനികൾ കോട്ട് ചെയ്ത റേറ്റിനെ സംബന്ധിച്ചുള്ള പ്രാഥമിക സൂചന ലഭിച്ചപ്പോൾ തന്നെ കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഹജ്ജ് അഫേഴ്സ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്ററും ഹജ്ജ് കമ്മിറ്റിയും ഒക്കെ ബന്ധപ്പെടേണ്ട എല്ലാ കേന്ദ്രങ്ങളിലും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി, അതുപോലെ തന്നെ ഹജ്ജ് കാര്യമന്ത്രി, അതിൻ്റെ പുറമെ വ്യോമയാന മന്ത്രി, ഇവരൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട്ടു നിന്നുള്ള നിരക്ക് കുറച്ച് കൊണ്ടുവരണം എന്ന് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സമ്പൂർണ്ണമായി നമ്മൾ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി നൽകിയ ഷെഡ്യൂൾ പ്രകാരമുള്ള മുഴുവൻ കാര്യങ്ങളും കേരള സർക്കാരിൻ്റെയും ഹജ്ജ് മന്ത്രിയുടെയും ഹജ്ജ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഇതിനകം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹജ്ജിൻ്റെ 3 ഘട്ട സാങ്കേതിക ക്ലാസുകളാണ് ഇതിൽ പ്രധാനം. പല സംസ്ഥാനങ്ങൾക്കും ഇതിൻ്റെ 1-ാം ഘട്ടം പോലും പൂർത്തിയാക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. മാത്രവുമല്ല, കേരളത്തിലെ 3 പുറപ്പെടൽ കേന്ദ്രങ്ങളിലും ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട കരാർ നടപടികൾ ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു. ഷെഡ്യൂൾ പ്രകാരമുള്ള മറ്റു മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടത്തിവരികയാണ്. ഇത്തവണ കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ എന്നീ പുറപ്പെടൽ കേന്ദ്രങ്ങളിൽ നിന്നായി ആകെ 16,000-ഓളം ഹജ്ജ് തീർത്ഥാടകരാണ് യാത്ര ചെയ്യുന്നത്. ഇതിൽ 5,000-ലധികം പേർ വീതം കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നും 4,000-ഓളം പേർ കണ്ണൂരിൽ നിന്നുമാണ്. ഇവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെയ്തു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. സൗദി ദമാമിലെ പയ്യന്നൂർ നിവാസികളുടെ കൂട്ടായ്മ പയ്യന്നൂർ സൗഹൃദവേദി ദമാം ചാപ്റ്റർ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ദമാമിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ ദമാമിലെ പയ്യന്നൂർ നിവാസികളായ നിരവധി പേർ പങ്കെടുത്തു. എഴുത്തുകാരിയും അധ്യാപികയുമായ സീനത്ത് സജിദ് റമദാൻ സന്ദേശം നൽകി. PSV ദമാം ചാപ്റ്റർ പ്രസിഡന്റ് MV അനിൽകുമാർ അധ്യക്ഷനായി. സെക്രട്ടറി PV വിനായകൻ, രക്ഷാധികാരി സുരേന്ദ്രൻ പയ്യന്നൂർ, ബിനു തോമസ് എന്നിവർ സംസാരിച്ചു. സൗദിയിലെ തബൂക്ക് KMCC ഇഫ്താർ സംഗമം നടത്തി. തബൂക്ക് അൽ അംരി റിസോർട്ടിൽ നടത്തിയ ഇഫ്താറിൽ 1,600-ഓളം ആളുകൾ പങ്കെടുത്തു. സമദ് ആഞ്ഞിലങ്ങാടി, ഫസൽ എടപ്പറ്റ, സാലി പട്ടിക്കാട്, ഇസ്മായിൽ പുള്ളാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസി കാൽപന്ത് ക്ലബ്ബുകളുടെ കൂട്ടായ്മയായ ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ മെഗാ ഇഫ്താർ സംഘടിപ്പിച്ചു. ഫുട്ബോൾ ക്ലബ്ബ് അംഗങ്ങളുടെയും കിഴക്കൻ പ്രവിശ്യയിലെ ഫുട്ബോൾ പ്രേമികളുടെയും മഹാസംഗമം കൂടിയായി മാറി 2ാമത് മെഗാ ഇഫ്താർ സംഗമം. ഫുട്ബോളിനെയും ഫുട്ബോൾ കൂട്ടായ്മയും ജീവന് തുല്യം നെഞ്ചോട് ചേർത്ത് വെക്കുന്ന സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഒരു കൂട്ടം ഫുട്ബോൾ ആരാധകരുടെ മഹാസംഗമം കൂടിയായി മാറി ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച മെഗാ ഇഫ്താർ മീറ്റ്. ഇതിനെല്ലാം അപ്പുറം പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു മഹാസംഗമം. ഡിഫക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത 24-ഓളം ക്ലബിലെ കളിക്കാരും ഫുട്ബോളിനെ ഏറെ സ്നേഹിക്കുന്ന കിഴക്കൻ പ്രവിശ്യയിലെ ഫുട്ബോൾ ആരാധകരും പൊതുസമൂഹത്തിലെ പ്രമുഖരും മാധ്യമ പ്രവർത്തകരുമടക്കം 1000-ഓളം പേർ ഒരിടത്ത് ഒരുമിച്ചപ്പോൾ ഡിഫ തീർത്തത് ഒരുമയുടെ മറ്റൊരു ചരിത്രം. കളിക്കളത്തിൽ കൊടുത്തും വാങ്ങിയും പൊരുതി കളിച്ചും കാണികൾക്ക് ഫുട്ബോളിൻ്റെ വിസ്മയ കാഴ്ചകൾ സമ്മാനിച്ചവർ ഒരേ സുപ്രയിൽ ഒരുമിച്ചിരുന്ന് ഇഫ്താർ വിഭവങ്ങൾ വിളമ്പിയപ്പോൾ പരസ്പരം കൈമാറിയത് അതിരുകളില്ലാത്ത സൗഹൃദ സ്നേഹ സന്ദേശം കൂടിയായിരുന്നു. 1000-ഓളം പേർ പങ്കെടുത്ത ഈ മെഗാ ഇഫ്താറിൽ ദമാമിലെ കല, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക, മാധ്യമരംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. ഫുട്ബോൾ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്ത 24 ക്ലബ്ബുകളിൽ നിന്നുള്ള പ്ലേയേഴ്സും ആ ക്ലബിലെ മെമ്പേഴ്സും സപ്പോർട്ടേഴ്സും ഫുട്ബോൾ ആരാധകരും വെൽവിഷേഴ്സും മറ്റു കായിക പ്രേമികളോടും ഉള്ള സാന്നിധ്യം കൊണ്ട് ഈ ഇഫ്താർ വളരെ വിജയമായി നടന്നുവെന്ന് തന്നെയാണ് ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ വിശ്വസിക്കുന്നത്. ഈ ഒരു ഇഫ്താറിൻ്റെ മെസ്സേജ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് റംസാൻ നൽകുന്ന സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും സഹനത്തിൻ്റെയും ഐക്യ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ നമ്മുടെ നാടിന്ന് നേരിടുന്ന മഹത്തായ വിപത്തായ ലഹരിക്കെതിരെയുള്ള ഒരു കൈകോർക്കലും കൂടിയാണ് ഈ ഇഫ്താർ. ഡിഫ പ്രസിഡന്റ് ഷമീർ കൊടിയത്തൂരിന്റെ അധ്യക്ഷതയിൽ നടന്ന ഇഫ്താർ മീറ്റിൽ മാധ്യമപ്രവർത്തകൻ സാജിദ് ആറാട്ടുപുഴ റമദാൻ സന്ദേശം നൽകി. കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിച്ച നിരവധി പേർക്ക് സമ്മാനവും നൽകി. ബദറുദ്ദീൻ അബ്ദുൽ മജീദ് ആയിരുന്നു ഇഫ്താർ മീറ്റിലെ മുഖ്യാതിഥി.
വളരെ അസലായിരുന്നു ഈ വർഷത്തെ ഇഫ്താർ വരുന്നത്. സന്തോഷമുണ്ട് ഇവിടെ വന്ന് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും കാണാൻ പറ്റുക എന്നുള്ള ഒരു അവസരം ഈ വർഷവും ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഇന്ന് ഡിഫൈഡ് നോമ്പ് തുറക്കം ഒന്നാണ്. പക്ഷേ ഇവിടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നാട്ടിലെ അവസ്ഥയ്ക്ക് നമുക്കറിയാം, ലഹരിക്ക് അടിമപ്പെട്ട ചെറുപ്പക്കാർ ഇതാണ്. ഇവിടെ കാണുന്നൊക്കെ ചെറുപ്പക്കാരാണ്. പക്ഷേ ഇവിടെ ഒരൊറ്റ ലഹരിയേ ഉള്ളൂ, ഫുട്ബോൾ എന്നുള്ള ഒരൊറ്റ ലഹരി. ആ ഒരു വിജയമാണ് ഇവിടെ കാണുന്നത്. ഡിഫ സംഘടിപ്പിച്ച ഈ ഇഫ്താറിന് എല്ലാവിധ ആശംസകളും. ഡിഫ ജനറൽ സെക്രട്ടറി റഷീദ് മാളിയേക്കൽ, ജുനൈദ് നീലേശ്വരം, അബ്ദുൽ റഷീദ്, ജാഫർ മെട്ടമ്മൽ, ഷാഫി പുളിയക്കോട്, ആഷി നെല്ലിക്കുന്ന്, ഫസൽ ജിഫ്രി, ആസിഫ് കൊണ്ടോട്ടി, റാസിഖ് വള്ളിക്കുന്ന്, ഷമീം കുനിയിൽ, ഫവാസ് കോഴിക്കോട്, ഷഫീർ മണലോടി, അനസ്, നസീം എന്നിവർ മെഗാ ഇഫ്താർ മീറ്റിന് നേതൃത്വം നൽകി. സഹീർ മജിദാലായിരുന്നു മെഗാ ഇഫ്താറിലെ അവതാരകൻ. സുബൈറുദ്ദീൻ, 24 ദമാം. മലയാളി മുസ്ലിം ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ യുകെയിലെ മാഞ്ചസ്റ്ററിൽ ഇഫ്താർ സംഘടിപ്പിച്ചു. മാഞ്ചസ്റ്റർ സെയിന്റ് ജോസഫ് ചർച്ച് ഹാളിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഇഫ്താറിന് ശേഷം നടന്ന നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും ഹാഫിൽ മുബഷീർ വാഫി ആദ്യശ്ശേരി നേതൃത്വം നൽകി. ഇഫ്താർ വിരുന്നിന് ശേഷം കൂട്ടായ്മയിലെ പുതിയ അംഗങ്ങളെ പരിചയപ്പെടുത്തലും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. റിയാദ് ഷിഫ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ 6000-ഓളം പേരാണ് പങ്കെടുത്തത്. റിയാദിൽ നടന്ന ഏറ്റവും വലിയ സമൂഹ നോമ്പുതുറകളിലൊന്നാണ് കഴിഞ്ഞ ദിവസം റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ഷിഫ ഖസറുൽ അമീരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള 6000-ഓളം പേരാണ് പങ്കെടുത്തതെന്ന് റിയാദ് KMCC പ്രസിഡന്റ് PP മുസ്തഫ അറിയിച്ചു. അടുത്ത പ്രാവശ്യം ഇതിലും വലിയ സ്ഥലം കണ്ടെത്തേണ്ടി വരും എന്നുള്ളതാണ് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായത്. അത്രത്തോളം ആളുകൾ, ഏകദേശം ഇന്ന് ഞങ്ങൾ 6000 ആളുകൾക്കുള്ള ഫുഡായിരുന്നു തയ്യാറാക്കിയിരുന്നത്. അതിൽ കൂടുതൽ ആളുകൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതിൽ വളരെ റിയാദ് KMCCയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ. പരിപാടിയോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. KMCC ദുബായ് പ്രസിഡന്റും പ്രമുഖ വ്യവസായിയുമായ ഡോക്ടർ അൻവർ അമീൻ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. റംസാനിൽ റിയാദിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം റമദാനിലെ ഒരു ദിവസം ഇവിടെയുള്ള മുഴുവൻ പ്രവാസികളും ഒന്നിച്ചു ചേരാനുള്ള ഒരു സാഹചര്യം റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റി ഒരുക്കുന്നു എല്ലാ വർഷവും എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇത് ഈ വർഷം വളരെ വിപുലമായി പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടി വളരെ വിപുലമായി തന്നെ നടന്നു. എല്ലാവിധ ആശംസകളും. റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷുഐബ് പനങ്ങങ്ങര സ്വാഗത പ്രസംഗം നടത്തിയ സമ്മേളനത്തിൽ സത്താർ താമരത്ത് ആമുഖ പ്രസംഗവും ജാമിയ നൂരിയ അറബി കോളേജ് പ്രൊഫസർ റിയാദുദ്ദീൻ ഫൈസി റമദാൻ സന്ദേശവും നൽകി. ഷാഫി മാസ്റ്റർ തുവൂർ നന്ദി പ്രകടിപ്പിച്ചു. KMCC നേതാക്കളായ ഉസ്മാൻ അലി പാലത്തിങ്കൽ, KK കോയാമു ഹജി, മുജീബ് ഉപ്പട, മുഹമ്മദ് വേങ്ങര, അഡ്വക്കേറ്റ് അനീർ ബാബു, UP മുസ്തഫ, മജീദ് പയ്യന്നൂർ, മജീദ് PC, ജലീൽ തിരൂർ, അസീസ് വെങ്കട്ട, നാസർ മാങ്കാവ്, അഷ്റഫ് കൽപ്പകഞ്ചേരി, ഷമീർ പറമ്പത്ത്, മാമുക്കോയ തറമൽ, നജീബ് നെല്ലാങ്കണ്ടി, ഷംസു പെരുമ്പട്ട എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരായ SK നായിക്, പ്രവീൺ കുമാർ, വ്യവസായികളായ അഹമ്മദ് കോയ, അബൂബക്കർ ബ്ലാത്തൂർ, അലി AGC എന്നിവരും വിവിധ സംഘടനാ നേതാക്കളും പരിപാടിയിൽ സംബന്ധിച്ചു. 24 റിയാദ്. സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ 10 വിക്ഷേപിച്ചു. ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം 4:33 ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. 4 ബഹിരാകാശ സഞ്ചാരികളാണ് ക്രൂ 10 പേടകത്തിലുള്ളത്. 4 പേർ അന്താരാഷ്ട്ര നിലയത്തിലേക്ക് എത്തുന്നതോടെ 9 മാസമായി തുടരുന്ന സുനിത വില്യംസ് അടക്കമുള്ളവർ ഭൂമിയിലേക്ക് തിരിക്കും. വിക്ഷേപണത്തറയിലെ സാങ്കേതിക തകരാറുകൾ മൂലം മാർച്ച് 12 മാറ്റിവെച്ച ക്രൂ 10 വിക്ഷേപണമാണ് ഇന്ന് രാവിലെ 4:33 ഫ്ലോറിഡയിലെ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും നടന്നത്. സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിലായിരുന്നു ഡ്രാഗൺ ക്രൂ 10 ബഹിരാകാശ പേടകത്തിന്റെ വിക്ഷേപണം. 4 ബഹിരാകാശ സഞ്ചാരികളാണ് ക്രൂ 10 ദൗത്യത്തിലുള്ളത്. നാളെ രാവിലെ ഇന്ത്യൻ സമയം 9 മണിക്ക് പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും. കുറച്ചു ദിവസത്തേക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ സ്റ്റേഷനിൽ സഞ്ചാരികളുടെ എണ്ണം ഇതോടെ 11 മാറും.
ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള സുനിത വില്യംസും ബുച്ച് വിൽമോറും അടക്കം 4 പേരുമായി നേരത്തെ ഡോക്ക് ചെയ്ത ക്രൂ 9 പേടകം മാർച്ച് 19 മടങ്ങുമെന്നാണ് നാസ അറിയിച്ചിട്ടുള്ളത്. ഫ്ലോറിഡയിൽ ഇവരെയും വഹിച്ചുകൊണ്ടുള്ള പേടകം കടലിൽ പതിക്കുന്ന സമയത്തെ കാലാവസ്ഥ പരിഗണിച്ച ശേഷം മാത്രമേ മടക്കയാത്രയുടെ കൃത്യമായ സമയം നിശ്ചയിക്കുകയുള്ളൂ. ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന്റെ തകരാറ് മൂലം കഴിഞ്ഞ 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു സുനിത വില്യംസും ബുച്ച് വിൽമോറും. റിസർച്ച് ഡെസ്ക് 24. കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ പിടിയിൽ. അലക്സ് മാത്യുവിനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. അലക്സ് മാത്യുവിന്റെ കടവന്ത്രയിലെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് പുരോഗമിക്കുകയാണ്. പരിശോധനയിൽ നിർണായക രേഖകൾ കണ്ടെത്തിയെന്ന് വിജിലൻസ് SP S ശശിധരൻ. വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക നിർദ്ദേശത്തിൽ എല്ലാ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെയും പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരെ സ്പെഷ്യലായിട്ട് നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് വിജിലൻസ് ഡയറക്ടർ സാറ് യോഗേഷ് ഗുപ്ത സാറ് ഓരോ ജില്ലയ്ക്ക് നിർദ്ദേശം തന്നുണ്ട്. ഓരോ ജില്ലയിലെയും സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസിന്റെയും സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെയും പ്രത്യേകം പട്ടിക അഴിമതിക്കാരായ ആളുകളുടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെ ഞങ്ങൾ നിരീക്ഷിച്ചിരുന്നു. ഇദ്ദേഹം നിരീക്ഷണത്തിലായിരുന്നു. ഇപ്പോൾ കടക്കലിലുള്ളൊരു ഗ്യാസ് ഏജൻസിയുടെ ലൈസൻസ് റിന്യൂവലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം 10 ലക്ഷം രൂപ കൈക്കൂലിയായിരുന്നു. പരാതിക്കാരൻ നേരെ വിജിലൻസ് ഡയറക്ടർ സാറെ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവനന്തപുരം SIU 1 യൂണിറ്റ് പിടിച്ചത്. കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് കേസിൽ പ്രധാന പ്രതി കൊല്ലം സ്വദേശിയായ 3-ാം വർഷ വിദ്യാർത്ഥി. കഞ്ചാവ് എത്തിച്ചത് ഇയാൾക്ക് വേണ്ടിയെന്ന് പിടിയിലായ ആഷിഖും ഷാലിഖും മൊഴി നൽകി. ഒളിവിൽ പോയ കൊല്ലം സ്വദേശിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചത് ഇന്ന് പിടിയിലായ ആഷിഖും ഷാലിഖുമാണ്. ഇരുവരും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. മുൻപും സമാനമായ രീതിയിൽ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചിട്ടുണ്ടെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഹോസ്റ്റലിലെ കൊല്ലം സ്വദേശിയുടെ നിർദ്ദേശപ്രകാരമാണ് കഞ്ചാവ് എത്തിച്ചത്. ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. KSU പ്രവർത്തകനായ ആദിലടക്കമുള്ളവർ അന്വേഷണ പരിധിയിൽ ഇപ്പോഴുമുണ്ടെന്ന് തൃക്കാക്കര ACP. രണ്ടുപേരുടെയും പരിശോധിക്കുക. കാരണം ഇല്ലായിരുന്നു അവർ അവകാശപ്പെടുന്നു. നമ്മൾ ചെല്ലുമ്പോഴും നമ്മളോട് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ പങ്ക് കൃത്യമായിട്ട് നമ്മൾ അന്വേഷിച്ച് വെളിവായാൽ മാത്രം അതിനകത്ത് ചേർക്കും. ഇതുവരെ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഓഫർ നൽകിയാണ് കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുണ്ട്. മുൻകൂറായി പണം നൽകിയാൽ 500 രൂപയുടെ കഞ്ചാവ് 300 രൂപയ്ക്ക് ലഭിക്കുന്നതാണ് ഓഫർ. വരും ദിവസങ്ങളിൽ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് കേസിൽ പിടിയിലായ യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജിനെ SFI പുറത്താക്കി. പോളിടെക്നിക് SFI യൂണിറ്റിന്റേതാണ് തീരുമാനം. ലഹരിക്കെതിരെ കോളേജിൽ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രിൻസിപ്പൽ നൽകിയ കത്തും പുറത്തുവന്നു. പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ ലഹരി വെട്ടയ്ക്കാധാരം പ്രിൻസിപ്പൽ അജു തോമസ് നൽകിയ പരാതിയാണ്. 12-ാം തീയതിയാണ് DCPക്ക് പരാതി നൽകിയത്. 14-ാം തീയതി നടക്കുന്ന ഹോളി ആഘോഷത്തിലേക്ക് മദ്യവും മയക്കുമരുന്നും എത്തിക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നുണ്ടെന്ന് പ്രിൻസിപ്പൽ DCPക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. പോലീസ് പരിശോധനയും പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടു. 9 ഗ്രാം കഞ്ചാവുമായി പിടിയിലായ യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജിനെ SFI പുറത്താക്കി. പിടിയിലായ ഷാലിക്ക് KSU പ്രവർത്തകനാണെന്നും SFI സംസ്ഥാന നേതൃത്വം ആരോപിച്ചു. ഇവിടെ പിടിക്കപ്പെട്ട ആഷിഖും അതിനെ തുടർന്ന് ഇന്നിവിടെ പിടിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ പേരും 3 പേരെ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന 3 പേരും KSUവിന്റെ നേതാക്കന്മാരാണ്. ഹോസ്റ്റലിൽ മുൻപും വ്യാപകമായി മയക്കുമരുന്ന് എത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. തുടർ പരിശോധനകൾക്കും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളുടെ ഡിമാൻഡ് അനുസരിച്ചാണ് പുറത്തുനിന്ന് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചിരുന്നത്. 24 കൊച്ചി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ലാബിലെ പരിശോധനയ്ക്കായി എത്തിച്ച ശരീരഭാഗങ്ങൾ കാണാതായ സംഭവത്തിൽ ആക്രക്കാരനെതിരെ കേസെടുത്ത് പോലീസ്. ഉത്തർപ്രദേശ് സ്വദേശി ഈശ്വർ ചന്ദിനെതിരെയാണ് കേസ്. കസ്റ്റഡിയിലെടുത്ത ഈശ്വർ ചന്ദിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. സുജിത് സുരേന്ദ്രൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. സുജിത്ത്, നേരത്തെ ഈ സാമ്പിളുകൾ തൊണ്ടിയായി മാറിയാൽ പരിശോധനാ ഫലം വൈകുമെന്ന് ചൂണ്ടിക്കാട്ടി കേസെടുക്കില്ല എന്നായിരുന്നല്ലോ വിവരം. ഇപ്പോഴെന്തുകൊണ്ടാണ് പോലീസ് ഈ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുന്നത്? തീർച്ചയായും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലാബിൽ നിന്നും ശരീര സാമ്പിൾ കാണാതായ സംഭവത്തിൽ ആക്രക്കാരനെതിരെ കേസെടുക്കാൻ പോലീസ് ആദ്യം തയ്യാറായിരുന്നില്ല. ഇത് രേഖാമൂലം പരാതി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു പോലീസ് കേസെടുക്കാതിരുന്നത്. എന്നാൽ ആശുപത്രി സൂപ്രണ്ട് വിഷയത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഉത്തർപ്രദേശ് സ്വദേശി ഈശ്വർ ചന്ദിനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്.
ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ മോഷണ കുറ്റത്തിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ശരി, സുജിത് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മയക്കുമരുന്ന് വ്യാപനത്തിനും അക്രമങ്ങൾക്കുമെതിരെ ജനങ്ങളെ അണിനിരത്താൻ 24. ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ മാധ്യമരംഗത്ത് 40 വർഷം പിന്നിടുന്ന ആഘോഷവേള ജനജാഗ്രതയുടെ സന്ദേശമാക്കുകയാണ്. SKN40 എന്ന് പേരിട്ട ജനകീയ യാത്രയ്ക്ക് നാളെ തുടക്കമാകും. എന്റെ കേരളം എന്റെ അഭിമാനം എന്ന കേരള യാത്രയുടെ മുഖ്യ സന്ദേശം അരുത് അക്രമം, അരുത് ലഹരി എന്നതാണ്. നാടിന്റെ മുക്കിലും മൂലയിലും പര്യടനം നടത്തുന്ന കേരള യാത്ര 1 മാസം നീണ്ടു നിൽക്കും. ആർ ശ്രീകണ്ഠൻ നായർ എന്ന മാധ്യമപ്രവർത്തകനെ മലയാളി അറിഞ്ഞത് പഠനകാലത്തെ കലാകൗമുദി ഫീച്ചറുകളിലൂടെയാണ്. തലപ്പൊക്കമുള്ള എഴുത്തുകാരുടെ ഇടമാണ് കലാകൗമുദി. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ അധ്യാപകനായിരുന്നു ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട SKN. അക്കാലത്ത് അധ്യാപക ജോലി രാജിവെച്ച് ആകാശവാണിയിലെത്തി. പിന്നീട് മലയാള ദൃശ്യമാധ്യമ രംഗത്തെ തുടക്കക്കാരിൽ ഒരാളായി. ദൂരദർശനിലെ ജസ്റ്റ് എ മിനിറ്റും ഏഷ്യാനെറ്റിലെ നമ്മൾ തമ്മിലും ജനമേറ്റെടുത്തു. കേരളത്തിലെ ക്യാമ്പസുകൾ ഇപ്പോൾ ഒരു പുതിയ പ്രതിഭാസമാണ്. പാതിരാ നേരത്ത് മെഴുകുതിരി വെട്ടത്തിൽ പരീക്ഷയിൽ ജയിക്കുമോ പരീക്ഷയിൽ തോക്കുമോ എന്നറിയാൻ ഒരു പുതിയ ബോർഡ്, ഓജോ ബോർഡ്. ഈ ഓജോ ബോർഡ് പരീക്ഷ കാരണം പല പെൺകുട്ടികൾക്കും മനോവിഭ്രാന്തി ഉണ്ടായെന്നും പരാതി കേൾക്കുന്നു. ഏഷ്യാനെറ്റിനു പിന്നാലെ സൂര്യ ടിവിയിലും സംവാദ അവതാരകനായി. സംവാദങ്ങൾ ചിലപ്പോ ആടിനെ പട്ടിയാക്കിയെന്ന് വരും. അത് ഇവിടെ നടക്കില്ല. നേരിന്റെ കല്ലുകൾ കാണിച്ചു തരാൻ ഞാൻ വരികയാണ്. മലയാള മനോരമയുടെ ദൃശ്യമാധ്യമത്തിലേക്കുള്ള ചുവടുവയ്പ്പിന് നേതൃപരമായ പങ്കുവഹിച്ചു. വൈകാതെ ഫ്ലവേഴ്സ് എന്ന ജനപ്രിയ ചാനലിന് തുടക്കമിട്ടു. വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കുറച്ചധികം കാലമായി ഒരു വാർത്താ ചാനലിന്റെ വരവ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഫ്ലവേഴ്സിന് പിന്നാലെ തുടങ്ങിയ 24ഉം പ്രേക്ഷക പിന്തുണയിൽ അധികം വൈകാതെ മുന്നിലെത്തി. വളർച്ചയുടെ കാലത്തും മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ 24 ശ്രമിച്ചു. ഇതാ ഇക്കാലത്ത് വരുന്നു SKN. ഇനി ലഹരിക്കെതിരായ പ്രതിരോധത്തിന്റെ നാളുകൾ. എന്റെ കേരളം എന്റെ അഭിമാനം. കൊച്ചി. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.